നനച്ച വണ്ടി നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടി കയറിയ நம்ம நினைச்சிடத்துக்கு போக முடியாது. ஆனா அதுக்கு ஒரு ட்ரெயின் வரும், அதுக்கு ஒரு நேரம் இருக்கு. அப்பதான் அந்த இடத்துக்கு நம்ம போக முடியும். ഹായ് ഗൈസ്, ക്യൂപിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു കാലിക്കറ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. പ്ലാൻഡായിട്ടൊന്നുമല്ല. എൻ്റെ കൂടെ ഉണ്ട്, ഇമ്മുണ്ട്. ഇന്ന് ഹായ് പറ, ഹായ് പറ, ഹായ് ഗൈസ് പറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ശ്രീലാലിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകുമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതുവരെ പുള്ളിക്കാരി എത്തിയിട്ടില്ല. ഇപ്പം മണി 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചതല്ല, ശ്രീലാൽ വാങ്ങിച്ചിട്ട് നമ്മളതിൽ തന്നതാണ്. അപ്പോൾ ഇനി പുള്ളിക്കാരിയെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നമ്മളങ്ങനെ ഇവിടെ ഒരു ട്രോളിയുടെ പുറത്ത് കേക്കൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാൻ പാടുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് നോക്കാം. അവരെത്തിയിട്ടുണ്ട്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളിവിടെ അവരെ ക്ലോക്ക് റൂമുണ്ട് അവിടെ കാണാമല്ലേ. ഇപ്പം വരും, ഇപ്പം വരും. എന്നിടയിൽ എമൗണ്ട് നിർത്താം. പൊളിഞ്ഞ ഗൈസ്, നമ്മളെ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞ്. നമ്മളിവിടെ വന്ന് നിൽക്കണ കാര്യം ഈ വൃത്തികെട്ട ലാല് നേരത്തെ ശ്രുതിയെടുത്ത് പറഞ്ഞു. അതുകൊണ്ട് സർപ്രൈസ് എല്ലാം പോയി. ഇനി ട്രിപ്പ് മാത്രമേ ഉള്ളൂ, സർപ്രൈസ് ട്രിപ്പില്ല, ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഹലോ 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 ശ്രുതിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഷഷ്ടി പൂർത്തിക്കാണ് അവിടെ വിളിച്ചോണ്ട്. നമ്മളവിടെ കേക്കൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവര് ഉറങ്ങി അതിനകത്ത് കയറി. ഇവിടെ 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 തന്നെ ഇതോ ഇരിക്കണം. കേക്ക് അങ്കിൾ എടുത്തോണ്ട് പോയി, ഓടിപ്പിടി. അപ്പൊ ഒരു ചട്ടിക്ക് ഇത് എന്റെ ടയറാ. വെട്ടിപ്പോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സുധി. ടിങ് 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 ടിങ്. ശ്രുതിക്ക് കൊടുത്തേ, ഇന്ന് ശ്രുതിക്ക് കൊടുത്തേ, അതിന് മേടിച്ച് കൊടുത്തേ, ശ്രുതിക്ക് കൊടുത്തേ. ഹാപ്പി ബർത്ത്ഡേ. അവിടെ ഒരു 8:30 ആകുമ്പോൾ അവിടെ എത്തും. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ 12:50 കറക്റ്റ് 12:50 ആയപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോയി കിടന്ന് ഉറങ്ങണം, 8:30 ആകുമ്പോൾ എണീക്കണം. അതൊക്കെ തന്നെ. പൊന്മുടിയില്ല, ട്രെയിനില്ല. പൊന്മുടി ഇപ്പോൾ നെടുമങ്ങാടെത്തും. നമ്മളെവിടെ പോണ്? ട്രെയിനിൽ എവിടെ പോണ്? ഇവിടെ അങ്ങനെ ടൈം മണി 9:30 ആയി. വണ്ടി ലേറ്റായിരുന്നു. നമ്മളിപ്പോൾ കറക്റ്റ് കാലിക്കറ്റ് എത്തി. പിന്നെ ഇവിടെ എന്തെങ്കിലും മറ്റേ വാഷ്റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഫ്രഷായിട്ട് ബാക്കി കാണിക്കും. കാലിക്കറ്റ് ബീച്ചിൽ പോവാ. വെയിറ്റിംഗ് റൂം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എവിടെ നിന്ന് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച്
കുളിച്ചിട്ട് വേണം ഫ്രഷ് ആവാം. ഇപ്പം തന്നെ നല്ല ലേറ്റായി. നമ്മൾ റിഫ്രഷ്മെൻറ്റ് റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 30 രൂപ. നമ്മൾ ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ക്ലോക്ക് റൂം തപ്പി നടക്കുകയാണ്. നമുക്കിനി ബാഗൊന്ന് ക്ലോക്ക് റൂമിൽ വയ്ക്കണം, എന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങും. നമ്മളിവിടെ എന്തിനാണ് വന്നത്? കാലിക്കറ്റ് ഫുഡ് കഴിക്കാൻ മാത്രം പോകുന്നത്. ശ്രുതിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് വരെ വന്നതാണ് അല്ലേ? നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് കൊച്ചിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണല്ലേ. 1 ദിവസത്തേക്ക് റെൻറ്റിന് കൊടുത്തിരിക്കും. നമ്മളങ്ങനെ കാലിക്കറ്റ് ക്ലോക്ക് റൂമിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അടുത്ത് തന്നെ ഒരു ടോപ്പ് ഫോം റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് അത്യാവശ്യം നല്ല ടോപ്പ് ഫോം. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് നോക്കുന്നത്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഊബർ ബുക്ക് ചെയ്തു. ഊബർ ചേട്ടാ ഇപ്പോൾ വരും, നോക്കാം. നമ്മുടെ ഊബർ ഇതാ എത്തി. വേണം ഫോം റെസ്റ്റോറൻ്റ് എത്തി. എന്തൊക്കെയുള്ള നൈസ് പത്തിരി, ഫ്രഷ് നൈസ് പത്തിരി, ചൂടുള്ള നൈസ് പത്തിരി ഉണ്ട്. പിന്നെ അതല്ലാതെ മറ്റേ പൊറോട്ട വെള്ളപ്പം ഓർഡർ കൊടുക്കും. 2 സ്റ്റൂ എടുക്കാം. ഹായ്, നമ്മളെവിടെ വന്നിരിക്കുന്നത്? ശരിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ടോട്ടല് നമ്മളെന്തൊക്കെ വാങ്ങിച്ച്, നമ്മൾ 12 അപ്പം, 2 സ്റ്റൂ, ഒരു ഫിഷ് മാംഗോ കറി, എല്ലാം കൂടെ 1031 രൂപയായി ടോട്ടൽ. വലിയ റേറ്റില്ല, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫുഡാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമുക്കടുത്ത് ഇവിടെ നിന്ന് മുട്ടായി തെരുവ് പോകണം. മുട്ടായി തെരുവ് പോയതിന് ശേഷം കാലിക്കട്ട് ബീച്ചിൽ പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ വലിയ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പല്ല, നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് തിരിച്ച് പോവാം. നമുക്ക് തിരിച്ചിനി വണ്ടിയുള്ള രാവിലെ 3 മണിക്കാണ് ഇനി ഇവിടെ നിന്ന് ട്രെയിനുള്ളത്. അപ്പം നമുക്ക് അത്രയും ടൈമുണ്ട്. അപ്പം ഇനി നമുക്ക് മുട്ടായി തെരുവ് എത്തിയിട്ട് കാണാം. നമ്മൾ കോഴിക്കോടിൻ്റെ ഫേമസ് ആയിട്ടുള്ള മുട്ടായി തെരുവ് എത്തി. ഇനി ബാക്കിയുള്ള വിഷ്വൽസ് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരുപാട് കടകളുണ്ട്. മെയിനായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ഹൽവ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഷോപ്പിലായിട്ടാണ് കൊടുത്ത വില. 1000 മില്ലിട്ടത്, 900 മില്ലിട്ടത്, 950 മില്ലിട്ട് ചേട്ടാണ്. ഷോപ്പിൽ റേറ്റ് ഉണ്ടാവും. ഷോപ്പിൽ 800, 900 കൊടുക്കേണ്ടി വരും. കടയിലെ മൊത്തം ബ്രാൻഡാണ്. മിഠായിത്തിൽ ഒരുപാട് ബ്രാൻഡ് ഇട്ടുണ്ട്. ഷോപ്പിലായിട്ടാണ് ഒരു വലിയ കടയിലെ മൊത്തം ബ്രാൻഡ് കൊടുക്കുന്നത്. വലിയ കടയിലെ മൊത്തം ബ്രാൻഡ് യൂസ്ഫോളൊക്കെ ഉണ്ട്. തരണം സാമർത്ഥ്യം എടുക്കണം. ഇവിടെ മിഠായിത്തിൽ സാമർത്ഥ്യം എടുക്കുന്ന കാണിച്ചാലേ കിട്ടുള്ളൂ. ഇത് മിഠായി തിരുവാണ്, തിരുവച്ചോടാണ് റേറ്റ്. ആ വലിയ കട, ആ കടയിലെ മൊത്തം ബ്രാൻഡ്. ഏതാണ്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റ് പോലെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആണ്. പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട്. നമ്മുടെ ചാല മാർക്കറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷോപ്സും ഉണ്ട്.
നാരങ്ങ വെള്ളം മാറി മാറി വിളിക്കുന്നു. ആർക്കെങ്കിലും വരാം. ഇതിനകത്തെ തിയേറ്റർ അല്ലേ? മാജിക് ഫ്രെയിംസിന്റെ തിയേറ്റർ ആണ്ടാ. മറ്റേ ലിസ്റ്റിൻ ജോസഫ് അല്ല ലിസ്റ്റിൻ സ്റ്റീഫനോ കല്യാണ വർക്കിന് വന്നതാ. ഇവിടെ രാവിലെ വരുന്നവർക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നടക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറുക, അവിടെ എ സിയിൽ നിൽക്കുക, വീണ്ടും പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കരിഞ്ഞു പോകും. കാരണം നല്ല വെയിലാണ് ഇവിടെ. നല്ല ചൂടാണ്. മാക്സിമം വരണവർ കൊടാനെ എടുത്തുകൊണ്ട് വരണം. ഇപ്പോൾ മുട്ടായിത്തെരുവിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി സെൻ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ റഹ്മത്ത് ഹോട്ടലാണ് ഫേമസ് എങ്കിൽ എല്ലാവരും പറഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല നൈസ് ബിരിയാണിയാണ്. വീഡിയോ എടുക്കാം. നമ്മളങ്ങനെ പാഴ്സൽ എടുത്തിട്ടുണ്ട്. 3 ബീഫ് ബിരിയാണി, 1 ചിക്കൻ ബിരിയാണി. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കില്ല, കാരണം നമുക്ക് വിശപ്പില്ല. നമ്മളിവിടെ നിന്ന് പാഴ്സൽ മേടിച്ചിട്ട് ബീച്ച് സൈഡിൽ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനാണ് ഇപ്പോൾ. എത്ര രൂപ? 5. കഴിച്ചോ. അതെ, സിപ്പ പോലത്തെയാ? അതെ, ഷുഗർ കട്ടിങ് ആയതുകൊണ്ട് കഴിക്കാനും പറ്റൂല. വേണ്ട വേണ്ട, പക്ഷെ അലിഞ്ഞു പോവുമല്ലോ അവിടെ കൊണ്ടു കൊടുക്കുമ്പോ. ഇനി നേരെ മാനാഞ്ചിറ സ്ക്വയർ അല്ലേ? മാനാഞ്ചിറ സ്ക്വയറിൽ മാനാഞ്ചിറ സ്ക്വയർ കയറി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകും. പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിലോട്ട് പോകുന്നില്ല. നമ്മൾ അതിന് മുമ്പായിട്ട് ലുലു മോളിൽ വന്നു ഇവിടെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ മാനാഞ്ചിറ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാലിക്കറ്റ് ബീച്ചിലോട്ട് പോകാൻ പറ്റില്ല, അതിനുള്ള ടൈമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ടേസ്റ്റ് കുറ്റിച്ചിറ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. ബീഫ് പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 പീസുണ്ട്. ഇനി എന്തായാലും കഴിച്ചിട്ട് നോക്കാം. 1, 2, 3, 4 പീസ്. അപ്പോൾ നമ്മളങ്ങനെ എവിടെ എത്തി? ഏത് ബീച്ച്? കോഴിക്കോട് ബീച്ച് എത്തി. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ സൺസെറ്റാണ്. കാണിച്ചു തരാം. വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ക്ലിയർ അല്ല. നമ്മൾ വന്ന ടൈം കറക്റ്റായിരുന്നു. കറക്റ്റ് സൺസെറ്റ് കാണാൻ പറ്റിയ ടൈം. നല്ല തിരക്കുണ്ട് കേട്ടോ. കാർമേഘം ഉള്ളതുകൊണ്ടാണ് ക്ലിയർ അല്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ അത്യാവശ്യം നല്ലൊരു വിഷ്വൽ കിട്ടിയാണ്. ഇവിടെ അതുപോലെ തന്നെ ഉപ്പിലിട്ടതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് മറ്റേ ചിരണ്ടി ഐസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ കടയൊന്നും ഇവിടെ കാണാനില്ല. അങ്ങോട്ട് എവിടെയെങ്കിലും കാണുമായിരിക്കും, നമുക്ക് നോക്കാം. ഹായ്,
താൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എങ്ങനെയുണ്ട് നൈറ്റ് വൈബ്? നല്ല വൈബ്. എനിക്ക് ഉറക്കം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി 3 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ 3 മണിക്ക് ഇനി ഏതെങ്കിലും വെയിറ്റിംഗ് റൂമിൽ ചെന്ന് റൂം എടുത്തിട്ട് അവിടെ ഉറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ജംബാ ഫലാനി പക്വാനി പതന്തി വിമലേജലെ കപി കമ്പിത ശാഖാകര കുളു കുളു കുളു.